എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഓണത്തിന് മുന്നോടിയായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2 ഗഡുക്കൾ കൂടി എത്താൻ വേണ്ടി പോവുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പിന് കേന്ദ്ര അനുമതി ലഭിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച കടമെടുപ്പും നടക്കും. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക, വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ ചാനൽ ജോയിൻ ചെയ്യാം. ഉള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3 മാസത്തേത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇതിന് മുന്നോടിയായി ഓഗസ്റ്റ് മാസത്തിൽ മുടങ്ങിയിട്ടുള്ള മാർച്ച് മാസത്തെ തുക വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിലാണ് ഇപ്പോഴും പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത പെൻഷൻ വിതരണം ചെയ്യും എന്നും നമ്മൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു. ഇതിന് കേന്ദ്ര അനുമതി ലഭിക്കാനുള്ള ഒരു താമസം കൊണ്ടാണ് സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം വൈകിപ്പോയത്. അതായത് 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം അനുവദിച്ച് നൽകിയിട്ടുള്ളത് 37,512 കോടി രൂപയാണ്. ഇതിൽ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കടമെടുക്കാനുള്ള പരിധി 21,253 രൂപയായിരുന്നു. ഇതിൽ 700 കോടി ഒഴികെയുള്ള എല്ലാ തുകയും ഇതിനകം തന്നെ കടമെടുത്ത് കഴിഞ്ഞിരുന്നു. ഈ ഒരു സമയത്താണ് ഓണത്തോടനുബന്ധിച്ച് പെൻഷനും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടി 5,000 കോടി രൂപ കൂടി മുൻകൂറായി കടമെടുക്കാനുള്ള പരിധി അനുവദിച്ച് തരണമെന്ന് പറഞ്ഞ് സംസ്ഥാനം കേന്ദ്രത്തിനെ സമീപിച്ചത്. ഇതിലിപ്പോൾ ഒരു അനുകൂല തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ജനുവരി മുതൽ മാർച്ച് വരെ കടമെടുക്കാനുള്ള പരിധിയിൽ നിന്നും 4,200 കോടി രൂപ കൂടി കടമെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓണച്ചെലവുകൾക്ക് ആവശ്യമായിട്ടുള്ള തുകയിലേക്ക് ഇത് സർക്കാരിന് വലിയ ആശ്വാസമായി. ഇതിനു വേണ്ടിയിട്ടുള്ള കടപ്പത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ സെപ്റ്റംബർ 10-ാം തീയതി ചൊവ്വാഴ്ച നടക്കും. ചൊവ്വാഴ്ച തുക എത്തിക്കഴിഞ്ഞാൽ ബുധനാഴ്ച വ്യാഴാഴ്ചയ്ക്കായിട്ട് ഓണ പെൻഷൻ വിതരണം ആരംഭിക്കും. എന്തായാലും 14-ാം തീയതി ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തും. സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ ആളുകൾക്കും, അതായത് കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കും തിരുവോണത്തിന് മുമ്പ് തന്നെ പെൻഷൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. അപ്പൊ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും പെൻഷൻ അടുത്ത ഗഡു കൂടി നമുക്ക് എത്തിച്ചേരുകയാണ്. 2 മാസത്തേത് തന്നെയായിരിക്കും ലഭിക്കുക. സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കടമെടുക്കാനുള്ള അനുമതി കിട്ടിയത് കൊണ്ട് തന്നെ ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കടം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുക കൂടി വിതരണം ചെയ്യും. ഇപ്പോൾ 1,600 വിതരണം ചെയ്തു. ഇനി 1 മാസത്തെ കുടിശ്ശിക, അതോടൊപ്പം സെപ്റ്റംബർ മാസത്തേത് മുൻകൂറായിട്ട് നൽകുക. ഈ ഒരു 2 രീതിയിൽ കൂടി ആകുമ്പോൾ 3,200 രൂപ കൂടി എത്തിച്ചേരുന്നതായിരിക്കും. അത് ഓണത്തിന് മുമ്പ് തന്നെ വിതരണം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു തുക വിതരണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് വിതരണം നടക്കുന്നത്. പല ആളുകൾക്കും അക്കൗണ്ടിലേക്ക് ഇപ്പോഴും തുക എത്തിയിട്ടില്ല എന്ന് കമന്റിലൂടെ കാണാനിടയായി. അങ്ങനെയുള്ള ആളുകൾ സേവന വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. 300, 200, 500 ഒക്കെ കുറവുള്ള ആളുകൾക്ക് ആ തുക വൈകാതെ തന്നെ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെയെങ്കിലും ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റിൽ വിതരണം ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഓഗസ്റ്റിൽ വിതരണം ചെയ്തില്ല. കാരണം കഴിഞ്ഞ 2 മാസവും പെൻഷൻ വിതരണം ചെയ്തിരുന്നു. പക്ഷേ ഓഗസ്റ്റിൽ വിതരണം ഉണ്ടായില്ല. ഇപ്പോൾ 15 മാസത്തെ പെൻഷനാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയണം. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ വിതരണവും ഓണത്തോടനുബന്ധിച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.